വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസുദ്ദീൻ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീർത്തിരുണ്ട ഭൂരി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. എന്താണ് നല്ല ടേസ്റ്റാണ് ഈ വീർത്തിരുണ്ട. പിന്നെ നമ്മൾ ആ ശരിക്കും അളവിന് എടുത്തു കഴിഞ്ഞാൽ എണ്ണയും ഉണ്ടാകില്ല, എണ്ണ കുടിക്കാത്ത വീർത്തുരുണ്ട ഭൂരി കേട്ടോ. അപ്പോൾ ഞാൻ മാവ് എടുക്കുന്നത് നമുക്ക് നോക്കാമെന്ന്. ഞാൻ എടുക്കുന്നത് മൈദയും ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമാവുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണേ. അതിന് 3/4 ഗ്ലാസ് മൈദപ്പൊടി എടുത്തു കേട്ടോ ഞാൻ. പിന്നീട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് എന്താ ചെയ്യണം, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ഇളം ചൂട്, തിളയ്ക്കേണ്ട വെള്ളം ഒരു ഇളം ചൂടാവണം കേട്ടോ. പിന്നീട് 1 സ്പൂണ് ഞാൻ യോഗേട്ട്, 1 സ്പൂണല്ല 1 ടേബിൾ സ്പൂണാണ് യോഗേട്ട് എന്ന് വെച്ചാൽ ഞാൻ കുറച്ചെടുത്തോണ്ടാണ് 2 പ്രാവശ്യം എടുക്കുന്നത് അതിനകത്ത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ യോഗേട്ട് എടുത്ത്, ഇത്രയും പൊടിക്ക് 1 ടേബിൾ സ്പൂൺ യോഗേട്ട് എടുത്തിട്ട്, ഇച്ചിരി പൊടി കൂടുകയാണെങ്കിൽ അത് മതി, അത്ര എടുത്താൽ മതി. എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ ഈ വെള്ളം ഇങ്ങനെ പാകത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആകരുത് കേട്ടോ. കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ കുഴച്ച് വരുമ്പോൾ വേണം, ഇല്ലെങ്കിൽ നമുക്കത് പൊങ്ങി വരില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എണ്ണ കുടിക്കും കേട്ടോ ഭൂരി. അപ്പോൾ അധികം സോഫ്റ്റ് ആകാൻ പാടില്ല, കുറച്ച് സ്ക്രാച്ചസോട് കൂടിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഒന്ന് കുഴച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂടോടുകൂടി കുഴച്ച് കൊടുക്കുക കേട്ടോ. മാവ് കുഴച്ചൊരു 15 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പറ്റും. ഞാനും ചപ്പാത്തിയും പൂരിയും പരത്താൻ ഒരിക്കലും എക്സ്പേർട്ടല്ല, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ ഒന്ന് കിഴക്കും തെക്കും പടിഞ്ഞാറൊക്കെ വരും കേട്ടോ. ശരിക്കും കറക്റ്റ് ഇതിൽ വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. എന്നിട്ട് ഭൂരി ഇതേപോലെ കണ്ട ഞാൻ സൺഫ്ലവറാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഭൂരി അതിനകത്തേക്ക് ഇടുക. നല്ല പൊങ്ങി വീർത്തുരണ്ട ഒരു ഭൂരിയായിട്ട് വരും കേട്ടോ. ഭൂരി അത്ര ആരോഗ്യത്തിന് നല്ലതൊന്നല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അധികം ഉണ്ടാവില്ല. എണ്ണ ഇല്ലാത്ത ഭൂരി ആയിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഇതിൽ ഇന്നലത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭൂരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, യോഗേട്ടൊക്കെ ചേർത്തിട്ട്. യോഗേട്ട് ആകെ 1 ടേബിൾ സ്പൂൺ ഇടുന്നത് നല്ലതാണ്, എണ്ണയും കുടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഒരു നല്ല രസം ഉണ്ടാവും ഭൂരി കഴിക്കുമ്പോൾ. ഭൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചങ്ങാണ്ട് പുറത്തോട്ട് പോയി, വേസ്റ്റ് എടുക്കുന്ന ആൾ വന്നപ്പോൾ. അപ്പോഴതാണ് ഭൂരി ഒന്ന് ഇതായിപ്പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.